ഓക്കെ, ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് മാത്സ് ആണ് ആദ്യം പഠിക്കുന്നത്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെട്രിക്സിനെ കുറിച്ചാണ്. മെട്രിക്സ് ഒക്കെ നിങ്ങൾ എന്താ ഇച്ചിരി കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ട് പഠിച്ച ഒരു ടോപ്പിക് ആയിരുന്നു അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ മെട്രിസസ് എന്താണ്? ഓക്കെ, മെട്രിസസ് എന്ന് പറയുന്നത് കുറെ എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? എന്താ നമ്മുടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ മെട്രിസസിനെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് മെട്രിസസ് ഉണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കണം. അപ്പൊ ആദ്യത്തെ മെട്രിക്സ് നൾ മെട്രിക്സ് അഥവാ സീറോ മെട്രിക്സ്. അപ്പം അതിന്റെ പേര് പറയുന്ന പോലെ എന്താണ്? അതിൽ എന്തില്ല? നമ്മുടെ സീറോ നൾ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു m/n മെട്രിക്സ് ആണ്. ഹൂസ് ഓൾ എലമെന്റ്സ് ആർ സീറോ ആയിരിക്കും നൾ മെട്രിക്സിൽ. അപ്പൊ നമ്മൾ സീറോ എഴുതുന്ന കൂട്ട് നമ്മുടെ മെട്രിക്സിലുള്ളതാണ് നമ്മുടെ O അഥവാ എന്ത്? നൾ മെട്രിക്സ് അഥവാ സീറോ മെട്രിക്സ്. അപ്പൊ ഇത് 2x2 ഓർഡർ ആണ് എങ്കിൽ എങ്ങനെ നിൽക്കും? 0 0 0 0. ഓക്കെ, ഓർഡർ ഒക്കെ നമ്മൾ പഠിച്ചതാണേ. എന്താണ്? എത്ര റോ ഉണ്ട് എന്നിട്ട് എത്ര കോളം ഉണ്ട്. ആദ്യം എത്ര റോ ഉണ്ടെന്ന് എഴുതും. ഇവിടെ 2 റോ അല്ലേ നമുക്കുള്ളത്. പിന്നെ എത്ര കോളം ഉണ്ടെന്ന് എഴുതും. 1 2, അങ്ങനെ 2x2. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? നൾ മെട്രിക്സ് അഥവാ സീറോ മെട്രിക്സ് എന്ന്. അടുത്ത മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു റോ മാത്രമേ കാണത്തുള്ളൂ. റോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കത്തില്ലേ? 0 1 2 3. ഇത് നോക്കിക്കേ, ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്ത് വരും? ഒരൊറ്റ റോയേ ഉള്ളൂ. അപ്പൊ 1/, എന്താണ്? എത്ര കോളം ഉണ്ടോ നോക്കുക. അപ്പൊ ഇതൊരു ട്രിക്കാണ്. നോക്കേ, 1 2 3 4. അപ്പൊ 1/4 ആണ് നമ്മുടെ എന്ത്? ഇതിന്റെ ഓർഡർ. അപ്പോ 1/n, അതായത് 1 എന്ന് പറയുന്നത് ഒരു റോ മാത്രമേ ഉള്ളൂ. എന്താണ്? എത്ര കോളം വേണമെങ്കിലും വരാം. അതാണ് നമ്മുടെ റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കോളം മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. ഒരു കോളം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 1 3 5 7. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആണ്. ഒരു കോളത്തിൽ മാത്രം എലമെന്റ്. ഇനി എത്ര ഇതിന്റെ ഓർഡർ എന്ന് വെച്ചാൽ എത്ര റോ ഉണ്ട്? 1 2 3 4. ഇവിടുത്തെ 4 എത്ര കോളം ഉണ്ട്? 1 കോളം. ദാറ്റ് ഈസ് 4/1. ഓക്കെ, 2/2 4/1. ഇതാണ് നമ്മുടെ ഓർഡറിനെ നമ്മൾ വിളിക്കുന്നത്. അതായത് m കോളവും m റോയും n കോളവും എന്താണ് ഉള്ളൊരു മെട്രിക്സിന്റെ ഓർഡർ m/n ആണ്. ഓക്കെ, അത് എന്താണ് പഠിച്ചത് കൊണ്ട് ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്തതാണ്. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട്. ഇനി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ്? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മെട്രിക്സിന് ഒരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അപ്പർ പോർഷനും കിട്ടും, ഒരു ലോവർ പോർഷനും കിട്ടും. ഓക്കെ, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അപ്പർ ട്രയാങ്കുലർ, അപ്പൊ അതായത് അപ്പർ പാർട്ടിൽ മാത്രം എന്തായിരിക്കും? എലമെന്റ്സ് കാണും. ഓക്കെ, ആ ലോവർ പാർട്ടിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്താ? എൻട്രീസ് മൊത്തവും. ഓക്കെ, എക്സാമ്പിൾ 1 2 3 4 5 6. ഇവിടെ എല്ലാം എന്തായിരിക്കും? 0 0 0. ഇതെല്ലാം 0 ആയിരിക്കും. ഓക്കെ, ഈ ഡയഗണലിലും 0 വരാട്ടോ ചില കേസിൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പൊ ലോവർ ട്രയാങ്കുലർ എന്താണ്? ലോവർ പാർട്ടിൽ മാത്രം എന്താണ്? എലമെന്റുകൾ കാണും. അപ്പർ പാർട്ടിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. 1 2 0 0, എന്താണ്? 3 0 4 5 0. ഓക്കെ, ഇവിടെ 0 വരാം. ഓക്കെ, ഈ ഒരു പാർട്ടിൽ മാത്രം എല്ലാം എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. അപ്പൊ താഴെ എന്ന് പറയുന്നത് എന്തായിരിക്കും? എലമെന്റ്സ്, എൻട്രീസ് കാണും. അതാണ് നമ്മുടെ ലോവർ ട്രയാങ്കിൾ. ലോവർ പാർട്ടിൽ മാത്രം എന്താണ്? എൻട്രീസ് കാണും. ഇനി സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് m കോളവും m റോയും എന്താണ്? കോളവും ഉള്ള മെട്രിക്സ്. അതായത് സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം. റോയും കോളത്തിന്റെയും എണ്ണം എന്താണ്? സെയിം ആയിട്ട് വരുന്ന മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണലിലുള്ള
ഈ ഒരു കേസിലാണെങ്കിൽ ഈ ഒരു ഇതും എന്താണ് 3x3 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് അല്ലേ, സ്ക്വയർ മെട്രിക്സ്. അപ്പൊ ഇതിൽ ഡയഗണൽ വരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് നോക്കിക്കേ, നമ്മുടെ മെട്രിക്സ്, ഈ ഒരു മെട്രിക്സ് 3x3 ഓർഡർ ആണ്. മെട്രിക്സ് ഓഫ് ഓർഡർ ഇവിടെ നമ്മൾ എഴുതിക്കുന്നത് തെറ്റാണ്, ഇവിടെ ഓർഡർ 3 ആണ്. ഓക്കെ, 3x3 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ തവണ 3 അങ്ങ് പറയത്തേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് 0 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. 0 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഡയഗണൽ എലമെന്റ്സും എന്ത്, സ്ക്വയർ മെട്രിക്സും. ഇനി അതിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഡയഗണൽ മെട്രിക്സ്. ഈ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. എന്നിട്ട് അതിന്റെ ഡയഗണലിൽ മാത്രമേ ആര് കാണത്തുള്ളൂ, എലമെന്റ്സ് കാണത്തുള്ളൂ. അത് 1 0 0 0 1 0 0 0 1. ഓക്കെ, ഇതിന്റെ ഡയഗണലിൽ മാത്രമേ എലമെന്റുകൾ കാണത്തുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഡയഗണൽ മെട്രിക്സ്. ഇനി അടുത്ത സ്കെയിലാർ മെട്രിക്സ്. ഒന്നുമില്ല, ഒരു സ്കെയിലാർ എന്ത് കൊണ്ടുള്ള മെട്രിക്സ് ആണ്. a diagonal matrix whose diagonal elements are all scalar. ഇത് നോക്കിക്കേ, ഇവിടെ k ആണ്, ഇവിടെ k ആണ്, ഇവിടെ k ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ നമ്മളെ ഈ മെട്രിക്സിലെ ഒരാളെ കോമൺ എടുക്കണമെങ്കിൽ എന്താ, എല്ലായിടത്തുനിന്നും നമ്മൾ കോമൺ എടുക്കത്തക്ക രീതിയിൽ വേണം എടുക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ നമ്മള് 2 2 4 2. അപ്പൊ എനിക്ക് ഈ ഒരു മെട്രിക്സിൽ നിന്ന് ഒരു 2 കോമൺ എടുക്കണമെങ്കിൽ എന്താ, എല്ലാ എൻട്രിയിൽ നിന്നും വേണം കോമൺ എടുക്കാൻ. ഓക്കെ, അതാണ് ഇവിടെ 1 1 2 1 ഇങ്ങനെ വേണം കോമൺ എടുക്കാൻ. അപ്പൊ ഇവിടുത്തെ കേസിൽ എനിക്ക് k ഇങ്ങ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് k പോയാൽ 1 വരും. 0 k പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല, 0 തന്നെ നിൽക്കും. അതേപോലെ ഇവിടെയും 0 നിൽക്കും, ഇവിടെയും 0 വരും, ഇവിടെ 1 വരും, ഇവിടെ 0 വരും. ഈ താഴത്തെ നിന്നൊക്കെ 0 വരും, 0 വരും, k പോയാൽ 1 വരും. നമ്മൾ ഈ മെട്രിക്സിനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്തുവാ മെട്രിക്സിന്റെ പേര്? ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3 ഓർഡറോട് കൂടി I3 ആണ് ഐഡന്റിറ്റി മെട്രിക്സ് ഇവിടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് സ്കെയിലാർ മെട്രിക്സും എഴുതുന്നത്. ഇനി നമ്മുടെ ഇതാണ്ട് കിടക്കുന്നു യൂണിറ്റ് മെട്രിക്സ് അഥവാ ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, എന്താണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. എന്ത്, അതിന്റെ ഹൂസ് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കണ്ട, എന്താണ് 1 0 0 1. ഇതായിരിക്കും നമ്മുടെ എന്ത് 2x2 ഓർഡർ 2 ഉള്ള എന്ത് നോക്കിക്കേ ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി ഓർഡർ 3 ഉള്ളതെന്ന് പറയുമ്പോൾ എന്താണ്, ഡയഗണൽ എലമെന്റ്സിൽ മാത്രം 1 വരും, ബാക്കിയെല്ലാം 0 വരും. ഓക്കെ, ഡയഗണലിൽ മാത്രം 1 വരും. അപ്പൊ എന്താണ്, 4 എണ്ണം ഉള്ളപ്പോ 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1. ഡയഗണൽസിൽ മാത്രം എന്താണ് 1 വരുന്ന ഡയഗണൽ മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഐഡന്റിറ്റി മെട്രിക്സ്. അടുത്തത് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ്. എന്താണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്? നമ്മൾ ഡിറ്റർമിനന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് എ എന്നാണ്. ഓക്കെ, നമ്മൾ എന്താണ് 1 2 3 4 ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 2x2 മെട്രിക്സിന്റെ നമ്മൾ ഈ എന്താ മെയിൻ ഡയഗണലുള്ള ആൾക്കാരെ ഗുണിക്കുന്നു, മൈനസ് ഓഫ് ഡയഗണൽ. ഓക്കെ, ഇതാണ് മെയിൻ ഡയഗണൽ. നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ ആദ്യമേ ഇങ്ങനല്ലേ വര വീഴാറുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെയിൻ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഫ് ഡയഗണൽ എന്ന് വിളിക്കും. ഓക്കെ, ഈ ഒരു വാക്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നോ, മെയിൻ ഡയഗണലും ഓഫ് ഡയഗണലും. അപ്പം 1 × 4 മൈനസ് 2 × 3 ആണ്. എത്ര വരും? 4 മൈനസ് 6 വരും, ഈക്വൽ ടു -2 വരും. ഇതായിരുന്നു ഒരു 2x2 കേസിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി ഒരു 3x3 കേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു മെട്രിക്സ് ഡിറ്റർമിനന്റ് എടുക്കുന്നത്? അവിടെ നമ്മൾ പക്ഷെ ഒരിത് ചെയ്യുമായിരുന്നു. ഈ ഒരു കേസ് നോക്കിയാൽ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ എന്തുവായിരുന്നു ചെയ്യുന്നത്? ഈ 3 നമ്മൾ എടുക്കും. ഓക്കെ, 3 എടുത്തിട്ട് നമ്മൾ 3 ഇല്ലാത്ത റോയും കോളവും നമ്മൾ എടുക്കും.
ഇതല്ലേ ഈ കിടക്കുന്നത് 3 ഉള്ള റോയും കോളവും നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് 3 ഇല്ലാത്തതിനെ എടുക്കും. എന്ത് വരും? 7 8 -3 5. ഓക്കെ, 3 കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത എലമെന്റ് എഴുതുമ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും ഇട്ടാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മൈനസ് ഇടുക. അടുത്ത എലമെന്റ് ആരാണ്? 4. ഇനി 4 ഇല്ലാത്ത റോയും കോളവും നമ്മൾ എടുക്കുക. എന്താ? ഓക്കെ, 4 ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഇതും വേണ്ട. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് 6 2 8 5. ഓക്കെ, ഇനി അടുത്ത ഇവിടെ മൈനസ് കൊടുത്തു. ഇനി അടുത്ത സിമ്പല് പ്ലസ്. ഇനി അടുത്ത ആളാരാണ്? 5. ഓക്കെ, 5 ഇടുക. എന്നിട്ട് നമ്മൾ 5 ഇല്ലാത്ത 5 ഉള്ളത് നമ്മൾ അങ്ങ് ക്രോസ് ചെയ്ത് കളയുക. എന്താണ്? 6 7 2 -3. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഏത് കോളം, ഇതിപ്പോ ഞാൻ ഫസ്റ്റ് റോ വെച്ച് ചെയ്തെന്നേ ഉള്ളൂ. നമുക്ക് ഏത് റോയും ഏത് കോളവും ഒക്കെ വെച്ച് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഈ പ്ലസും മൈനസും എല്ലാം മാറ്റി കൊടുത്തോണം. നിങ്ങൾ ആ ഒരു ഇത് നോക്കിക്കോണേ. ഫസ്റ്റ് എലമെന്റ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഈ ഒരു ഇത് വെച്ചാണ് നമ്മൾ ഈ ഒരു ഡിറ്റർമിനന്റ് എഴുതുന്നത്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് റോ വെച്ചായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 അല്ലേ, 3യുടെ സൈൻ പ്ലസ് അല്ലേ, അതുകൊണ്ടാണ് 3 അതേപോലെ ഇട്ടത്. ഇനി 4ന് നേരെ കിടക്കുന്ന നോക്കേ, മൈനസ് അല്ലേ, അതുകൊണ്ടാണ് മൈനസ് ഇട്ടത്. പിന്നെ 5ന് നേരെ മൈനസ് കഴിഞ്ഞാൽ അടുത്ത ഓൾട്ടർനേറ്റ് പ്ലസ് ആയി പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റോ വെച്ചും ഇഷ്ടമുള്ള റോ വെച്ച് നമുക്ക് ചെയ്യാം. ആ സൈൻ ഒന്ന് ആലോചിച്ചിരുന്നോണം. ഈ ഒരു റോ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഈ സെക്കൻഡ് റോ വെച്ചാണെങ്കിൽ നമ്മൾ മൈനസ് എന്താണ്? 6ന്റെ സൈഡിലെ മൈനസ് ആണ്. അപ്പൊ 6 എഴുതുമ്പോൾ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 6 ഉള്ള റോയും കോളവും അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു 2/2 സാധനം കിട്ടും. ഇനി അടുത്ത പ്ലസ് 7 ഇൻറ്റു, ഇനി 7 എന്താണ്? 7 ഉള്ളത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെയും 2/2 കിട്ടും. ഇനി ആരാണ്? ഒരു മൈനസ് ആണ്. -8 ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിറ്റർമിനന്റ് എഴുതുക. അപ്പൊ ഏതൊരു റോയും കോളവും വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു സൈനിന്റെ ഇത് വെച്ചാണ് നമ്മൾ ഇത് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ നോക്കാം. 3 ഇൻറ്റു എന്താണ്? 35 മൈനസ് -24 -4 ഇൻറ്റു 30 -16 പ്ലസ് 5 ഇൻറ്റു എത്ര വരും? -18 -14. ഓക്കെ, അപ്പൊ ഇനി ഇതങ്ങ് നമ്മൾ എന്ത് ചെയ്താൽ മതി? വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. പറഞ്ഞോ മോനെ, ഡൗട്ട് ഉണ്ടോ? കേക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴോ? ഇപ്പൊ കേക്കാവോ? ഹലോ, കേക്കാവോ? ഓക്കേടാ. ഇനി നെറ്റ്വർക്കിന്റെ പ്രോബ്ലം. ഓക്കെ, വെയിറ്റ്. കുറച്ച് പേർക്ക് കേൾക്കാൻ വയ്യ. ഒരു മിനിറ്റ്. ഇപ്പോഴോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാന്നേ. ഓക്കെ. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് എ മെട്രിക്സ് അഡീഷൻ. പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ എന്താണ്? രണ്ട് മെട്രിക്സ് എയും ബിയും ഉണ്ടെങ്കിൽ
നമ്മൾ എ പ്ലസ് ബി ചെയ്യുന്നതും എന്താണ് ബി പ്ലസ് എ ചെയ്യുന്നതും സെയിം ആയിരിക്കും. എ എന്ന് പറയുന്നത് 1 0 0 1ഉം പ്ലസ് ബി എന്ന് പറയുന്നത് ഞാൻ വേറെ ഒരെണ്ണം എടുക്കുന്നു 1 1 2 3. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതാ ആദ്യത്തെ എലമെന്റുകൾ നമ്മൾ കൂട്ടിയാൽ മതി. ഓക്കെ, ഇത് നമ്മൾ A11 എന്നൊക്കെ വിളിക്കുക. അപ്പൊ നിങ്ങൾ അത്രയൊന്നും പോകണ്ട. അതെന്താണ് 1 + 1 2. ഇനി 0 + 1 1. ഇനി 0 + 2 2 വരും. ഇനി എന്താണ് 1ഉം 3ഉം കൂടെ 4 വരും. ഇതാണ് നമ്മുടെ മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത്. അതെന്താണ് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും, അസോസിയേറ്റീവ് ആയിരിക്കും. അത്ര ഇമ്പോർട്ടന്റ് ഇല്ല. ഇനി സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇത് വെച്ച് പോകണ്ട. എന്താ A - B ചെയ്താൽ മതി. ഓക്കെ, 1 0 0 1 മൈനസ് 1 1 2 3. എന്ത് ചെയ്താൽ മതി? 1 1 ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്. അപ്പൊ 1 1 പോകുമ്പോൾ 0 വരും. ഇനി 0 1 പോകുമ്പോൾ -1 വരും. ഇനി 0 2 പോകുമ്പോൾ -2 വരും. ഇനി 1 3 പോകുമ്പോൾ -2 വരും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് സബ്ട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ബേസിക് മൾട്ടിപ്ലിക്കേഷൻ. കേക്കാൻ വയ്യേ? അതിനി നെറ്റിന്റെ പ്രോബ്ലം ആണോ അവിടെ? മോനെ നീ ഒന്നുകൂടെ കേറി നോക്ക് ലെഫ്റ്റ് ആയിട്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണേ. A - B. ഇത് ഇത്രയും നിങ്ങളൊന്നും ഇത് നോക്കണ്ട. നമ്മൾ എന്താ സാധാ എന്താ മൈനസ് ചെയ്യുന്ന സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പം രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സ് m/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എങ്കിൽ ദാ ഈ കിടക്കുന്ന എന്നിൽ വേണം നമ്മുടെ രണ്ടാമത്തെ മെട്രിക്സ് തുടങ്ങാൻ തന്നെ, അതിന്റെ ഓർഡർ തുടങ്ങാൻ തന്നെ. ഓക്കെ, അപ്പൊ ഈ എമ്മും എന്നും ഓക്കെ, ഇവിടെ 6 ഇട്ടു, 6 ഇടാം നമുക്ക്. അപ്പം എ എന്ന് പറയുന്നത് m/n ആണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ മെട്രിക്സ് മൾട്ടിപ്പിൾ AB നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കണം? ആ എയുടെ ഓർഡർ തീർന്ന ഏതാണോ ആ ഒരു ആളെ വെച്ച് വേണം തുടങ്ങാൻ. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എന്താണ്, ഇത് കോളം അല്ലേ ഡിനോട്ട് ചെയ്യുന്നത്? കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ആയ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ് ആയ ബിയുടെ റോസിന് തുല്യമായിരിക്കണം. ഇതാണ് നമ്മുടെ നമ്മൾ വാക്യത്തിൽ പറയുമ്പോൾ ഓക്കെ നമ്മൾ ഇത് പറയുന്നത്. അപ്പം നമ്മുടെ എ ബി കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ എ ബിയുടെ ഓർഡർ എന്ന് വെച്ചാൽ ദാ ആ കോമൺ ആയിട്ടുള്ള അല്ലാത്ത ആളായിരിക്കും. എന്താണ്? m/r ആയിരിക്കും നമ്മുടെ എ ബിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിസസ് എന്ന് പറയുന്നത്. ഈ ഒരാളെ നന്നായിട്ട് ഓർത്തു വെച്ചോ. ചിലപ്പോൾ ഇടയ്ക്ക് കയറി ചോദിക്കാം, നമ്പേഴ്സ് ഇതൊക്കെ തരാം. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ ചെയ്യുന്നത്? ഒരു മെട്രിക്സ്, രണ്ട് മെട്രിക്സ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് റോ വൈസ് കോളം ആണ്. ഓക്കെ, റോ വൈസ് കോളം. ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിക്കാം. 1 2 3 4 1 1 1 2. ഓക്കെ, എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ഇതെന്ന് പറയുന്നത് 2/2 ആണ്, ഇവിടെയും 2/2 ആണ്. അപ്പൊ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൾ ആരാണ്? ഈ 2ഉം 2ഉം വെട്ടിപ്പോയ എന്താണ്? 2/2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റോ വൈസ് കോളം ആണ്. എങ്ങനെയാണ് ആദ്യത്തെ എലമെന്റ് എഴുതുന്നത്? 1 × 1. അതായത് ആദ്യം കിടക്കുന്ന ആളെ ആദ്യത്തെ ആളുമായിട്ട് നമ്മൾ ഈ റോയെ നമ്മൾ കണക്കാക്കുന്നു, ഈ കോളത്തെ നമ്മൾ കണക്കാക്കുന്നു. അപ്പൊ 1 × 1. ഓക്കെ, തീർന്നില്ല. അടുത്ത 2ഉം 1ഉം ഇല്ലേ? പ്ലസ് 2 × 1 എന്ന് എഴുതും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. ഇനി അടുത്തത് ഈ രണ്ടാമത്തെ എലമെന്റ് കിട്ടാൻ ഈ റോ തന്നെ എടുത്ത് അടുത്ത ഈ ഒരു കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കാം. 1 × ഈ ഫസ്റ്റ് എലമെന്റ് 1 × 1 പ്ലസ് എന്താണ്?
2 ഇൻറ്റു 2. ഇനി അപ്പൊ നമുക്ക് മണ്ടക്കലത്തെ രണ്ടെണ്ണം ഈ ആദ്യത്തെ റോ വെച്ച് മണ്ടക്കലത്തെ 2 റോസ് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി താഴത്തെ ഈ റോ വെച്ച് ബാക്കി 2 കൂടെ ഫില്ല് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 1 എന്ന് വരും. അടുത്ത ആളെ എഴുതാൻ, എൻട്രി എഴുതാൻ ഈ എന്താ സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കോ, 3 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 2 എന്ന് വരും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? ഇവിടെ 1 പ്ലസ് 2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3. ഇവിടെ എന്ത് വരും? 1 പ്ലസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 5. ഇവിടെ 3 പ്ലസ് 4 എന്ത് വരും? 7 വരും. ഇവിടെ 3 പ്ലസ് 8 വരും, എന്ത് വരും? 11 വരും. അപ്പൊ ഇങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ പഠിക്കുന്നതല്ലേ? അടുത്തത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് റോ ഉണ്ട്, 3 റോ ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. ആ റോയെ എല്ലാം പിടിച്ച് കോളോ ആക്കി എഴുതുന്നു. ഓക്കെ, അതായത് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് കിടക്കുന്ന ആള് ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്, റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത്. നോക്കാം, ഈ ഫസ്റ്റ് റോയെ പിടിച്ച് നമ്മൾ നേരത്തെ താഴോട്ട് അങ്ങ് എഴുതും. ഓക്കെ, അപ്പൊ നമുക്ക് കോളോ ആയി മാറിയില്ലേ? ഇനി സെക്കൻഡ് റോയെ പിടിച്ച് താഴോട്ട് നിരത്തി എഴുതും, 4 5 6. ഇനി തേർഡ് റോയെയും പിടിച്ച് താഴോട്ട് നിരത്തി എഴുതും, 7 8 9. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. എന്താണ്? റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എ ട്രാൻസ്പോസിനെ എ ഡാഷ് എന്നും വിളിക്കാം, എ ട്രാൻസ്പോസിനെ മറ്റൊരു നൊട്ടേഷൻ എ ടി എന്നും വിളിക്കാം. ഓക്കെ, ഇനി അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. നമ്മളൊരു ട്രാൻസ്പോസ് എടുത്ത് വീണ്ടും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ മെട്രിക്സ് തന്നെ കിട്ടും. അപ്പൊ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? എ തന്നെ വരും. അടുത്തത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഓരോന്നിനും ട്രാൻസ്പോസ് കൊടുക്കുന്നു. എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഓക്കെ, ചിലപ്പോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇങ്ങനെ ഇടയ്ക്ക് കയറി ചോദിക്കാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ നോക്കിക്കേ, കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ അങ്ങ് വെളിയിലിടുന്നു, കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇനി അടുത്തത് നമ്മുടെ ഇത് നമ്മൾ റിവേഴ്സൽ ലോ അഥവാ എന്താണ് സോക്സ് ഷൂ ലോ എന്നും വിളിക്കണം. അത് നിങ്ങൾ പേരൊന്നും പഠിക്കണ്ട, ഇത് നോക്കിയാൽ മതി. എന്താണ്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് നമ്മൾ എഴുതുമ്പോൾ നേരെ തിരിഞ്ഞു വരും ഓർഡർ, ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇതേ സെയിം സംഭവം നമ്മൾ വേറൊരിടത്തും പഠിക്കും, എ ബി ദ ഹോൾ ഇൻവേഴ്സ്. എന്നാ പറ്റി? കേൾക്കാൻ പറ്റുന്നോ? Yes, miss. ഓക്കെ, എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും? ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചോ. ട്രാൻസ്പോസ് എടുക്കുമ്പോഴും നമ്മുടെ ഇൻവേഴ്സ് എടുക്കുമ്പോഴും ഓർഡർ തിരിഞ്ഞു വരും. അപ്പൊ ബി ആയിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ നമുക്ക് ബി എ ദ ഹോൾ ഇൻവേഴ്സ് എന്ന് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് എന്ന് എഴുതും. അതേപോലെ ബി എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതുമ്പം എന്ത് വരും? ഓർഡർ തിരിഞ്ഞ് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്ന് വരും. അപ്പൊ ഇതാണ് എന്ത്? മറ്റൊരു ഇമ്പോർട്ടന്റ് ലോ, പ്രോപ്പർട്ടി. ഓക്കെ, അടുത്തത് നോക്കാം, അഡ്ജോയിന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, ഒരു മെട്രിക്സിന്റെ അഡ്ജോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒരു 2/2, നിങ്ങൾക്ക് മിക്കവാറും 2/2 ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഞാൻ കണ്ട ചോദ്യം മൊത്തവും മെജോറിറ്റി 2/2 ആണ്. അപ്പം അഡ്ജോയിന്റ്, ഒരു 2/2ന്റെ ഒരു അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ മാർഗം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഈ മെയിൻ ഡയഗണലിലുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഇന്റർചേഞ്ച് ചെയ്യും. ഓക്കെ, മെയിൻ ഡയഗണലിലുള്ള ആളെ ഇന്റർചേഞ്ച് ചെയ്യും. നമ്മുടെ ഓഫ് ഡയഗണലിലുള്ള ആളുടെ സൈൻ അങ്ങ് മാറ്റും. അപ്പൊ എഴുതിയിട്ടോ, ഇത്
ഓഫ് ഡയഗണലില് സൈൻ ചേഞ്ച് ചെയ്യും, മെയിൻ ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. എന്താ ഒരു 4 കൊടുക്കാം. ഓക്കെ, നമ്മൾ അഡ്ജോയിന്റ് എ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജ് എ എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അഡ്ജ് എ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ഡയഗണൽ ഇതാ ഇയാളല്ലേ മെയിൻ ഡയഗണൽ എന്ന് പറയുന്ന 1ഉം 4ഉം. നമ്മളപ്പോ എഴുതുമ്പോൾ ഈ 1നെയും 4നെയും അവരുടെ പൊസിഷനിൽ തന്നെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അതെ, 1ന്റെ സ്ഥാനത്ത് ആര് വരും? 4 വരും. മനസ്സിലായോ? പിന്നെ 4ന്റെ സ്ഥാനത്ത് ആര് വരും? 1 വരും. ഓക്കെ, ഇനി നമ്മുടെ ഓഫ് ഡയഗണലിലെ ആൾക്കാരുടെ സൈൻ അങ്ങ് മാറ്റിയാൽ മതി. നോക്കിക്കേ, -2 അല്ലയോ ഇവിടെ വന്നേക്കുന്നത്, നമുക്കപ്പോ ഇവിടെ 2 വരും. ഇനി അടുത്ത എന്താണ്? ഇവിടെ 3 അല്ലേ വന്നേക്കുന്നത്, അപ്പൊ നമുക്ക് ഇവിടെ ഒരു -3 വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അഡ്ജ് എ പെട്ടെന്ന് എഴുതുന്നത്. മനസ്സിലായോ? ആ ഒരു ട്രിക്കാണ് ഇത്, പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത്. മനസ്സിലായോ മക്കളെ? മെയിൻ ഡയഗണല് ഇന്റർചേഞ്ച്, ഓഫ് ഡയഗണല് സൈൻ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് നമുക്ക് അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ ഇത്? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്താ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. എന്താണ് അഡ്ജോയിന്റും ഡിറ്റർമിനന്റും തമ്മിലുള്ള പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കിക്കോണേ കേട്ടോ. അതായത് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താണ്, നിങ്ങൾ ഡിറ്റർമിനന്റ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജ് എ. അപ്പൊ ഒരു കാര്യം ആലോചിക്കണം, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. ഇത് ഓർത്തോണേ, എ ഇൻവേഴ്സ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഡിറ്റർമിനന്റ് എ 0 അല്ലാത്ത ആകുമ്പോൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. നേരെ തിരിച്ചും പറയാം, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്നും പറയാം. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, കാരണം നോക്കിക്കേ, എ ഡിറ്റർമിനന്റ് എ 0 ആവുക എന്ന് വെച്ചാൽ ഇയാള് 0 ആവുകയല്ലേ. അപ്പൊ 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്, നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡിറ്റർമിനന്റെയും എ ഇൻവേഴ്സും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ വന്നത്. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഈ ഒരു നൊട്ടേഷൻ പഠിച്ചു വെച്ചോ. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റ് എ ഇൻറ്റു അഡ്ജ് എ. ഓക്കെ, അടുത്തത് നമ്മള് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ. നമ്മൾ അഡ്ജ് എ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതിയത് എന്താണ്? ഒരു മെട്രിക്സ് തന്നെ അല്ലേ. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ എയുടെ ഓർഡർ അതാ, എയുടെ ഓർഡർ എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുക, അതിന്റെ പവർ എന്താ? n-1 എന്നങ്ങ് എഴുതുക. ഇവിടുത്തെ കേസിൽ തൊട്ട് മുന്നേ 2 അല്ലായിരുന്നോ നമ്മുടെ ഓർഡർ? അപ്പൊ നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുക, 2-1. ഇതാണ് അഡ്ജ് എയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് ഓർഡർ അങ്ങ് കൊണ്ടിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഡിറ്റർമിനന്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ റേസ് ടു n-1. ഇനി ഇത് നോക്കിക്കോ, അഡ്ജ് ഓഫ് അഡ്ജ് എ. നമ്മൾ 2 തവണ അഡ്ജോയിന്റ് എടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പവർ n-2 കൊടുത്താൽ മതി. ഓക്കെ, ഇൻറ്റു എ എന്നങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇൻറ്റു എ. അപ്പൊ ഇത് അത്രയും ചോദിച്ചിട്ടില്ല, എങ്കിലും ഒന്ന് നോക്കിയേരെ ഇൻ കേസ് ചോദിച്ചാലോ. ഇനി അടുത്ത എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ ട്രാൻസ്പോസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ ഇതും കൂടെ നോക്കിക്കോ, എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് എന്താണ്? 1 ഡിറ്റർമിനന്റ് എ ആണ്. ഓക്കെ, 1 ഡിറ്റർമിനന്റ് എ ആണ്. ഇനി ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ ഇൻറ്റു എ എന്ന് പറയുന്നതിന്റെയും വില എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് എ റേസ് ടു n ആണ്.
ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജ് എ, ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു എൻ ആണ്. ഓക്കെ, അതാണ് നമ്മുടെ അഡ്ജും ഡിറ്റർമിനന്റും തമ്മിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്. അത് കൂടാതെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസും കൂടാണ്. ഇയാളെ നോക്കിയോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എയും അഡ്ജ് എയും തമ്മിൽ രണ്ട് മെട്രിക്സ് അല്ലെ, ഇതൊരു മെട്രിക്സ് ആണ്, ഇതൊരു മെട്രിക്സ് ആണ്. ഇവ തമ്മിൽ ഗുണിക്കുമ്പോഴും അഡ്ജ് എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് വില കിട്ടുന്നത് ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഐ ആണ്. ഓക്കെ, ഐ എന്ന് പറയുന്നതിന്റെ ഓർഡർ n/n അഥവാ n ആണ്. അപ്പൊ ഇതിന്റെ ഒരു ചോദ്യം നമുക്കുണ്ട്. അപ്പൊ ഇത് ഓർത്ത് വെച്ചോ, എ ഇൻറ്റു എന്താണ് അഡ്ജ് എ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുക, അത് ഐയുമായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1 0 0 1 2/2ന്റെ കേസിൽ. അപ്പം ഡിറ്റർമിനന്റ് 10 ആണെങ്കിൽ 10 1 0 0 1 ഇതായിരിക്കും നമ്മുടെ എന്ത് ആൻസർ. അഥവാ 10 അകത്തോട്ട് കൊടുക്കുക, ഇങ്ങനെ വരും ആൻസർ. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾ ഇങ്ങനെ ഗുണിച്ചു പോകാൻ നിൽക്കേണ്ട. ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ഇതാ ഇയാള് ഡിറ്റർമിനന്റ് എയും കണ്ടുപിടിച്ച് ഐ കൊണ്ടങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത. ഇനി ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിനന്റ് എ റേസ് ടു n-1 ആണ്. ഇനി ഇത് നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഓക്കെ, അടുത്ത നോക്കിക്കോ, അഡ്ജ് ഓഫ് അഡ്ജ് എ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ് ഇത് പോകുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റർമിനന്റ് എ റേസ് ടു n-1 ആണ്. ഇതും ഒന്ന് നോക്കിക്കോ. ഓക്കെ, ഈ നമ്പേഴ്സ്, ഈ വില കണ്ടുപിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കോ. ഇനി അടുത്ത എന്താണ്, അഡ്ജോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്ന അഡ്ജ് ബി ഇൻറ്റു അഡ്ജ് എ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ് അഡ്ജോയിന്റ് ഓഫ് ഇതും കൂടെ നോക്കിക്കോ, അഡ്ജോയിന്റ് ഓഫ് കെ ഇൻറ്റു എ. ഓക്കെ, അപ്പൊ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് പുറത്ത് വരുമ്പം കെയുടെ പവർ n-1 വരും. ഓക്കെ, അതാണ് ഞാൻ പറയാൻ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം. സാധാരണ നമ്മൾ കെ ഇങ്ങ് പുറത്ത് പറഞ്ഞാൽ കെ എന്നങ്ങ് എഴുതത്തല്ല ഉള്ളൂ. പക്ഷെ അഡ്ജ് കണ്ടുപിടിക്കുമ്പോൾ കെയുടെ പവർ n-1 ആവും. കെ റേസ് ടു n-1 ഇൻറ്റു അഡ്ജ് എ എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതെല്ലാം. ഇനി അടുത്തത് സിംഗുലാർ ആൻഡ് നോൺ സിംഗുലാർ മെട്രിക്സ്. ഓക്കെ, സിംഗുലാർ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിറ്റർമിനന്റ് എ അനുസരിച്ചാണ് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ക്വയർ മെട്രിക്സ് നോൺ സിംഗുലർ ആവണമെങ്കിൽ നമ്മുടെ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. സിംഗുലർ ആവത്തില്ല എങ്കിൽ, നോൺ സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0, സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0. അപ്പൊ ക്വസ്റ്റ്യനിൽ അവർ പറയും ഇത് സിംഗുലർ ആണെങ്കിൽ ലാംഡയുടെ വില കണ്ടുപിടിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ, സിംഗുലർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് 0 ആണ് എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്തങ്ങ് കണക്ക് ചെയ്ത് പോയാൽ മതി, സിംഗുലർ ആണെന്ന് തന്നേപ്പോ ഉണ്ടെങ്കിൽ. ഓക്കെ, നോൺ സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്താണ്, നോട്ട് ഈക്വൽ ടു 0. ഇനി ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞു നോക്കിക്കോ, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് എന്താണ്, നോൺ സിംഗുലർ. ഒരു എന്താണ് അസേർഷൻ പോലെ കാണാൻ ചോദിച്ചാൽ നമുക്ക് ഇത് പറയാൻ പറ്റും. എന്താ നമ്മൾ പറഞ്ഞു, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എപ്പോഴാണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്, എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഡിറ്റർമിനന്റ് ഓഫ് എ എന്താ ആവരുത്, നോട്ട് ഈക്വൽ ടു വെരി ഗുഡ് 0 ആവരുത്. അപ്പൊ ഇതനുസരിച്ചാണ് നോട്ട് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്, ഡിറ്റർമിനന്റ് 0 അല്ല എങ്കിൽ നമ്മളിപ്പോ പുതിയ ഒരു പേര് പഠിച്ചു, എന്ത്, നോൺ സിംഗുലർ ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷന് നമുക്ക് പറയാം എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് നോൺ സിംഗുലർ. നോൺ സിംഗുലർ ആവണം, അതായത് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 0 ആവാൻ പാടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മറ്റൊരു ഇത്, സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ. ഇത് നിങ്ങൾ പഠിക്കുന്നില്ല. ഇപ്പൊ പുതുതായിട്ട് കേൾക്കുന്നതാണ് ഓർത്തോഗണൽ മെട്രിക്സ്. എന്താണ്, നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് ആവണമെങ്കിൽ ഞാൻ എ
നമ്മൾ എ ട്രാൻസ്പോസും കൂടെ കണ്ടുപിടിക്കണം. അപ്പോ എയും എ ട്രാൻസ്പോസും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് പറയാം എന്താണ്? ആ മെട്രിക്സുകൾ എയും എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ? ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം. അഥവാ എ എന്താണ്? ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈസ് ഓർത്തോഗണൽ എന്ന് പറയാം. അപ്പൊ ഓർത്തോഗണൽ നോക്കിക്കോണേ, എന്താണ്? എയും എ ട്രാൻസ്പോസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടും. ഓക്കെ, ആ കേസിൽ നമുക്ക് പറയാം എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണെന്നും പറയാം. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓർത്തോഗണലിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇനി അടുത്തത് നമ്മൾ പരിചിതമായിട്ടുള്ള ഒരു ഇതാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. എന്താണ് സിമെട്രിക് മെട്രിസസ്? നമ്മൾ എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടണം. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് എ ട്രാൻസ്പോസ് ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, എ ട്രാൻസ്പോസ് എന്ത് വരുന്നത്? എന്താ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പം? റോസ് ആൻഡ് കോളംസ്. റോസ് ആൻഡ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് ട്രാൻസ്പോസ്. അപ്പൊ നോക്കിക്കേ, ഇയാളെ എ എച്ച് ജി, അതിനെ ഞാൻ താഴോട്ട് എടുത്ത് എഴുതുന്നത് എ എച്ച് ജി. ഇനി രണ്ടാമത്തെ റോ എന്താണ്? എച്ച് ബി എഫ്. അപ്പൊ താഴോട്ട് എടുത്ത് എഴുതുന്നു എച്ച് ബി എഫ്. മൂന്നാമത്തെ റോ എന്താണ്? ജി എഫ് സി. നോക്കിക്കേ, എ എച്ച് ജി എ എച്ച് ജി. ഇത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയതിനു ശേഷമാണ് എ എച്ച് ജി എ എച്ച് ജി, എച്ച് ബി എഫ് എച്ച് ബി എഫ്, ജി എഫ് സി ജി എഫ് സി. നമുക്ക് എ ട്രാൻസ്പോസ് എഴുതിയപ്പം എ തന്നെ കിട്ടി. അപ്പൊ ഇങ്ങനെ പറയുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് എ ആണ് കിട്ടുന്നത് എങ്കിൽ, ഓക്കെ, എ ട്രാൻസ്പോസ് ഇവിടെ നമുക്കൊന്ന് പറയാം. സിമെട്രിക്കിന്റെ കേസിൽ നമ്മുടെ നമ്പേഴ്സിനെല്ലാം സൈൻ എല്ലാം ഒരേപോലെ വരും. ഓക്കെ, സ്ക്യൂ സിമെട്രിക്കിന്റെ കേസിൽ ചില സംഖ്യകളുടെ സൈന് നെഗറ്റീവ് ആയിട്ട് കിടക്കും. ഓക്കെ, നോക്കിക്കോ, ഇവിടെ നോക്കിയാൽ നെഗറ്റീവ് ഒക്കെ വരുന്നില്ലേ? പിന്നെ സ്ക്യൂ സിമെട്രിക്കിന്റെ മെജോറിറ്റി കേസിൽ നമുക്ക് ഈ ഒരു റോയിലെ എലമെന്റ്, അതായത് ഡയഗണലിലെ എലമെന്റ് സെയിം ആയിരിക്കും. അതും സ്ക്യൂവിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ സ്ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എ ട്രാൻസ്പോസ് എടുത്താൽ മൈനസ് എ കിട്ടും. അപ്പൊ നമ്മുടെ എ ഇതാണെങ്കിൽ ഞാൻ എ ട്രാൻസ്പോസ് ഒന്ന് എടുത്തു നോക്കാൻ പോവാം. നോക്കിക്കോ, നമ്മുടെ റോ ഇതല്ലേ? അപ്പൊ 0 എച്ച് ജി ഞാൻ താഴോട്ട് എഴുതി. അടുത്ത റോ എന്താണ്? മൈനസ് എച്ച് 0 എഫ്. അടുത്ത റോ നോക്കിക്കേ, മൈനസ് ജി മൈനസ് എഫ് 0. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ എച്ച് ആയിരുന്നു, ഇവിടെ മൈനസ് എച്ച്. ഇവിടെ ജി ആയിരുന്നു, ഇവിടെ മൈനസ് ജി. അപ്പൊ ഞാൻ ഒരു മൈനസ് ഇങ്ങ് കോമൺ എടുത്ത് വരും, എല്ലായിടത്തുനിന്നും കോമൺ എടുക്കുന്നു. അപ്പൊ 0ന്ന് മൈനസ് പോയാൽ നമുക്ക് 0 തന്നെ അങ്ങ് എഴുതാം. ഇനി മൈനസ് എച്ചിന്ന് മൈനസ് പോയാൽ എച്ച് വരും, ജിന്ന് മൈനസ് പോയാൽ ജി വരും. അടുത്ത എച്ചിൽ നിന്നും മൈനസ് പോയാൽ എന്ത് വരും മക്കളെ? എച്ചിൽ നിന്നും മൈനസ് പോകുന്നു, മൈനസ് എച്ച് വരും. ഓക്കെ, മൈനസ് ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മളൊരു മൈനസ് കൊടുക്കുന്നു. മൈനസ് എച്ച് വരും, ഇവിടെ 0 വരും. എഫ്, മൈനസ് എഫിൽ നിന്ന് മൈനസ് പോയാൽ എഫ് വരും. ഇനി ജിയിൽ നിന്നും മൈനസ് പോയാൽ നമുക്ക് മൈനസ് ജി വരും. എഫിൽ നിന്ന് മൈനസ് പോയാൽ നമുക്ക് മൈനസ് എഫ് വരും. ആൻഡ് ഫൈനലി 0. ഇത് നോക്കിക്കേ, ഈ ഒരു മെട്രിക്സും ഈ മെട്രിക്സും കമ്പയർ ചെയ്തേ, സെയിം അല്ലേ വരുന്നത്? 0 എച്ച് ജി 0 എച്ച് ജി, മൈനസ് എച്ച് 0 എഫ് മൈനസ് എച്ച് 0 എഫ്, മൈനസ് ജി മൈനസ് എഫ് 0 മൈനസ് ജി മൈനസ് എഫ് 0 എന്ന് വെച്ചാൽ മൈനസ് എ അല്ലേ നമുക്ക് കിട്ടിയത്? അപ്പം എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് എ കിട്ടിയാൽ നമ്മൾ എന്ത് വിളിക്കും? എ ഈസ് എ എന്തെന്ന് വിളിക്കും? സ്ക്യൂ സിമെട്രിക്. ഓക്കെ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, താണ്ട നോക്കിക്കോ, ഓൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് അഥവാ മെയിൻ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത്
of a skew symmetric matrix is always 0. Okay, മെട്രിക്സിന്റെ ഈ ഒരു നൊട്ടേഷൻ വെച്ച് നമുക്ക് എന്താണ് ഒരു സ്ക്യൂ സിമെട്രിക്കിനെ കണ്ടുപിടിക്കാം. നമ്മുടെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഓൾവേസ് എന്താകും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് സ്ക്യൂ സിമെട്രിക്. പിന്നെ നിങ്ങൾ പഠിക്കുന്നതാണ്, നമ്മൾ ഡിറ്റർമിനന്റിന്റെ ഭാഗം വരുമ്പോൾ പഠിക്കുന്നതാണ് ടെസ്റ്റ് ഓഫ് കൺസിസ്റ്റൻസി അഥവാ സോൾവിങ് എന്താണ് ലീനിയർ ഇക്വേഷൻ ഓർ സിസ്റ്റം ഓഫ് ലീനിയർ. ഓക്കെ, സോൾവിങ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് എങ്കിൽ നോക്കിക്കോ. 2x plus y equal to 3, 4x plus 2y equal to 1. ഇങ്ങനെ ഇക്വേഷൻ ഒക്കെ തരുമ്പോൾ നമ്മളടുത്ത് പറയും സൊല്യൂഷൻ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിക്കോ, നമ്മൾ കുറച്ച് മെട്രിക്സ് എഴുതും. എ എക്സ് ബി. ഓക്കെ, എ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോഎഫിഷ്യന്റുകളില്ലേ, അതിനെയാണ് എ എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക, ഇവിടെ 2ഉം 1ഉം അല്ലേ കോഎഫിഷ്യൻ, ആ നമ്പേഴ്സിനെ പിടിച്ചെഴുതുക 2, 1. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കുക, 4ഉം 2ഉം ആണ്. അപ്പൊ 4ഉം 2ഉം എഴുതുക. ഓക്കെ, ഇനി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾസിന്റെ മെട്രിക്സിനെയാണ്. ഇവിടെ നമുക്ക് വേരിയബിൾസ് ആയിട്ട് എത്ര പേരുണ്ട്? എത്ര വേരിയബിൾസിലുള്ള ഇക്വേഷനാ ഇത്? എത്ര വേരിയബിൾസ് ആ ഇവിടെ ഉള്ളത്? 2. എന്താണ്? എക്സും വൈയും ആണ് നമ്മുടെ വേരിയബിൾസ്. അപ്പൊ അവരെ പിടിച്ച് താഴോട്ട് ഇങ്ങനെ എഴുതുന്നതിനാണ് എക്സ് എന്ന് പറഞ്ഞുള്ള മെട്രിക്സ്. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് വെച്ചാൽ അതാ ഈ ഒരു ഭാഗത്തെ എല്ലാവരെയും നമ്മൾ എഴുതി. അതായത് നമ്മുടെ ഇക്വേഷന്റെ LHSലുള്ള എല്ലാരെയും നമ്മൾ എയിലും എക്സിലും ആയിട്ട് എഴുതി. ഇനി RHS ഉള്ളവരെ പിടിച്ചെഴുതുന്നതാണ്, അഥവാ നമ്മുടെ വിലകളെ പിടിച്ചെഴുതുന്നതാണ് നമ്മൾ ബി എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് നമ്മൾ അടുത്ത ഡിറ്റർമിനൻസിൽ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ഡിറ്റർമിനൻസിൽ സോൾവ് ചെയ്യുന്നതിന് എളുപ്പ മാർഗമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ എയും എക്സും ബിയും എന്താണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നോക്കിക്കോ, നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ നിങ്ങൾ കണ്ടുപിടിച്ചു. ഇത് 0 അല്ല എങ്കിൽ, ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ 0 അല്ല എങ്കിൽ നമുക്ക് പറയാം സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യുണീക് സൊല്യൂഷൻ ഉണ്ടാകും. ഓക്കെ, സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? യുണീക് സൊല്യൂഷൻ ഉണ്ടാകും. മനസ്സിലായ മക്കളെ? ഡിറ്റർമിനന്റ് നിങ്ങൾ കണ്ടുപിടിക്കുക, അത് 0 ആണോ അല്ലയോ എന്ന് നോക്കുക. 0 അല്ല എങ്കിൽ നമുക്ക് പറയാം എന്താണ്? കൺസിസ്റ്റന്റ് ആണ്, യുണീക് സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേറൊരു വാക്കിലും കൂടെ നമുക്ക് പറയാം ട്രിവിയൽ സൊല്യൂഷൻ എന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ട്രിവിയൽ എന്നോ യുണീക്ക് എന്നോ കൺസിസ്റ്റന്റ് എന്നോ കാണുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഈ ഒരു ഫോർമുല മാത്രം ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ സോൾവ് ചെയ്യുന്നത് ഞാൻ പെട്ടെന്നുള്ള രീതി പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 0 അല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു? യുണീക്ക് അഥവാ ട്രിവിയൽ ആയിരുന്നു. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് ഓഫ് 0 ആണ് എങ്കിൽ നമുക്ക് 2 കണ്ടീഷൻ ആണുള്ളത്. നോക്കിക്കോ, നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? അഡ്ജ് എ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇതിങ്ങനെ ഓർത്താൽ മതി. എന്താണ്? അഡ്ജ് എ ഇൻറ്റു ബി നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് 0 ആണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, പക്ഷെ എന്താ? ഒരുപാട് സൊല്യൂഷൻ കാണും, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കാണും. ഓക്കെ, നോട്ട് ഈക്വൽ ടു 0 ആയിരുന്നപ്പോ യുണീക്ക് ആയിരുന്നു. ഓക്കെ, യുണീക്ക് ആയിരുന്നു,
കൺസിസ്റ്റന്റും ആയിരുന്നു. ഓക്കെ, ഈക്വൽ ടു 0 വരുമ്പോൾ അഡ്ജ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്, ഇൻഫൈനൈറ്റ് കാണും. ഓക്കെ, അടുത്ത നോക്കിക്കോ, അഡ്ജ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 0 അല്ല എങ്കിൽ ഇവിടെ എന്തില്ല, നോ സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി. എന്ത്, ട്രിവിയൽ, ഈ ഒരു മെട്രിക്സിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ട്രിവിയൽ വന്നാൽ നമുക്ക് എന്താണ്, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. നോൺ ട്രിവിയൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അഥവാ എന്താണ്, ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ അഥവാ നോ സൊല്യൂഷൻ, ഈ വാക്യങ്ങൾ നോക്കിക്കോ, ഈ വേർഡ്സ് നോ സൊല്യൂഷൻ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 0 ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ട്രിവിയല്, യുണീക്ക്, കൺസിസ്റ്റന്റ്, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. നോൺ ട്രിവിയൽ, കൺസിസ്റ്റന്റ്, ഇൻഫൈനൈറ്റ് കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് കാണുമ്പോൾ ഇൻഫൈനൈറ്റ് ഉണ്ടെങ്കിലാണ് ഡിറ്റർമിനന്റ് 0. പിന്നെ നോൺ സൊല്യൂഷൻ, നോ സൊല്യൂഷൻ അഥവാ ഇൻകൺസിസ്റ്റന്റ് എന്ന് കണ്ടാലും ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിലുള്ളത്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വരുന്നതാണ് ഹെർമേഷ്യൻ മെട്രിക്സ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഓർത്തോഗണലും പഠിച്ചിട്ടില്ല. അപ്പം ഹെർമേഷ്യൻ മെട്രിക്സ് ഒന്നുമില്ല, നമ്മൾ നമ്മുടെ ട്രാൻസ്പോസ് എടുക്കത്തില്ലയോ, എ ട്രാൻസ്പോസ്. അപ്പം ഈ ഹെർമേഷ്യൻ മെട്രിക്സിൽ ട്രാൻസ്പോസ് എടുക്കുന്നതാണ് എന്ത്, ഹെർമേഷ്യൻ എന്ത് ട്രാൻസ്പോസ് എന്നോ അങ്ങനെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ്. ഓക്കെ, കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ ഓർത്താൽ മതി, ഹെർമേഷ്യൻ മെട്രിക്സ് വരുമ്പോൾ നമുക്ക് വരുന്നത് എപ്പോഴും കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, കോംപ്ലക്സിന്റെ സംഖ്യകൾ വരുമ്പോഴായിരിക്കും ഹെർമേഷ്യൻ മെട്രിക്സ് വരുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഐ 1 2 -i. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കാൻ പോവാം. നോക്കിക്കോണേ, എ ട്രാൻസ്പോസ് അഥവാ ഇവിടെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കാൻ പോവുക. അപ്പൊ നമ്മുടെ ഈ കിടക്കുന്ന ആള് താഴോട്ട് വരും. ഈ കിടക്കുന്ന ആള് താഴോട്ട് വരും. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോഴേ ഈ കോഞ്ചുഗേറ്റ്, ഈ കോംപ്ലക്സ് നമ്പർ ഉള്ളിടത്തെല്ലാം കോഞ്ചുഗേറ്റും വരണം. ഐയുടെ കോഞ്ചുഗേറ്റ് എന്തുവാ, ഐയുടെ കോഞ്ചുഗേറ്റ് എന്തുവാ, നമ്മൾ കോംപ്ലക്സ് പഠിച്ചയാ, -i ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ റോയെ പിടിച്ച് നമ്മൾ താഴോട്ട് എഴുതുമ്പോൾ സാധാരണ എന്ത് വരാറുള്ളത്, 1ഉം ഐയും 1ഉം അല്ലടാ. അപ്പൊ പക്ഷെ നമ്മൾ ഇവിടെ എന്ത്, നമ്മുടെ ഹെർമേഷ്യനിൽ എടുക്കുമ്പോൾ അഥവാ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോർട്സ് എടുക്കുമ്പോൾ കോംപ്ലക്സിന് കോഞ്ചുഗേറ്റ് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ -1ഉം -iയും 1ഉം വരും. ഇനി അടുത്ത ഈ ഒരു റോ എടുക്കാൻ പോവാം. അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 1 -1 എന്നാണ്, -i എന്നാണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താ എഴുതണം, 1 ഇവിടെ എഴുതണം, കോംപ്ലക്സ് ഉള്ളിടത്ത് കോഞ്ചുഗേറ്റ് എഴുതണം. -iയുടെ കോഞ്ചുഗേറ്റ് ആയ i ആയിരിക്കണം നമ്മുടെ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതണം. ഇങ്ങനെയാണ് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എഴുതുന്നത്. കോഞ്ചുഗേറ്റും നമ്മൾ എടുക്കും, ട്രാൻസ്പോസും നമ്മൾ എടുക്കും. ഓക്കെ, അതാണ് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ്. ഇനി ഒരു മെട്രിക്സ് ഹെർമേഷ്യൻ ആവണമെങ്കിൽ എന്തോ കണ്ടീഷൻ എന്നറിയോ, നമ്മൾ ഇങ്ങനെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുത്തെന്നിരിക്കട്ടെ, ഇങ്ങനെ എടുത്തു വരുമ്പോൾ നമുക്ക് ആൻസർ ഫൈനൽ ഇവിടെ ഒരു മെട്രിക്സ് കിട്ടുമല്ലോ, അത് എ തന്നെ ആണ് എങ്കിൽ നമ്മൾ പറയും എന്ത്, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ എന്ത് കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുത്തപ്പോൾ എ കിട്ടിയാൽ നമ്മൾ പറയും എ എന്ന് പറയുന്നത് ഹെർമേഷ്യൻ ആണെന്ന്. മനസ്സിലായോ? നമ്മൾ എ എന്താ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ആയ എ എച്ച് എടുക്കുമ്പോൾ എ തന്നെ വന്നാൽ നമ്മൾ പറയും ഹെർമേഷ്യൻ മെട്രിക്സ് എന്ന് പറയും. മനസ്സിലായോ മക്കളെ? നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പം ഹെർമേഷ്യൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ്, കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുക, അത് എ തന്നെയാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെർമേഷ്യൻ ആണ് എന്ന് പറയാം.
പിന്നെ ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല. ഇനി ഹെർമേഷ്യൻ സ്ക്യൂ മെട്രിക്സ് എന്നും വിളിക്കാം. മെട്രിക്സ് എന്നും ഒരാളുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, സ്ക്യൂ മെട്രിക്സ് ആവണമെങ്കിൽ നമ്മൾ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുമ്പോ എന്ത് വരണം? -7. അതേ ഉള്ളൂ ഇവിടെയും. ഓക്കെ, നമ്മള് എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ A-A വന്നാൽ നമ്മൾ ഹെർമേഷ്യൻ സ്ക്യൂ മെട്രിക്സ് ആകും. ഇതാണ് ഹെർമേഷ്യൻ മെട്രിക്സും ഹെർമേഷ്യൻ സ്ക്യൂ മെട്രിക്സും. രണ്ടുപേരാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് നോക്കിക്കോണേ, ഹെർമേഷ്യൻ. അടുത്തത് നോക്കാം, എലമെന്ററി മെട്രിക്സസ്. ഒന്നുമില്ല, നിങ്ങളെല്ലാം ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യത്തില്ലേ നമ്മുടെ മെട്രിക്സസിൽ ഓപ്പറേഷൻ, അതായത് R1 എന്ന് പറയുന്നതിനെ ഞാൻ R1 + 2R2 ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിനെ വിളിക്കുന്ന പേരാണ് എലമെന്ററി ഓപ്പറേഷൻസ്. അത് നമ്മൾ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുക. എന്ത് മെട്രിസസിന്റെ കേസിൽ ഇന്റർചേഞ്ച്, ഓക്കെ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇതിനെല്ലാമാണ് എന്ത് എലമെന്ററി ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മളൊരു മെട്രിക്സിൽ ഇങ്ങനെ എലമെന്ററി ഓപ്പറേഷൻസ് ചെയ്യാം. ഈ ഒരു കേസ് നോക്കിക്കേ, നമ്മുടെ ഇ എന്ന് പറയുന്ന മെട്രിക്സ് അവരെടുത്തിരിക്കുന്നത് 0 1 0 1 0 0 0 1 0 0 1 എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ? നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതും ഒരു ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നത് നോക്കിക്കോണേ, ഈ R2 ഉണ്ട്, ഇതാണ് നമ്മുടെ R1. ഫസ്റ്റ് റോ R1, സെക്കൻഡ് റോ R2 അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ R1നെ R2നെയും ഇന്റർചേഞ്ച് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് വരുമ്പോൾ R1ന്റെ സ്ഥാനത്ത് R2ഉം R2ന്റെ സ്ഥാനത്ത് R1ഉം അല്ലേ വരുന്നത്? നമുക്കത് നോക്കാം. നോക്കിക്കോ, ഇനി നമ്മുടെ ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇന്റർചേഞ്ച് ആയി ഇവിടുത്തെ സെക്കൻഡ് റോ ആയി മാറി. അതായത് ഈ സെക്കൻഡ് റോ വന്ന് ആരെല്ലാം എവിടെ കിടക്കും? ഫസ്റ്റ് റോയിൽ കിടക്കും. അപ്പൊ നോക്കിക്കോ, 1 0 0. മനസ്സിലായോ? ഇതാണ് ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പം സെക്കൻഡ് റോ ഒന്ന് ഫസ്റ്റിൽ കിടന്നു, ഇനി ആരെയും കൂടെ പിടിച്ച് സെക്കൻഡിലാക്കണം. ഈ സെക്കൻഡ് എഴുതാൻ നമ്മൾ ഈ ഫസ്റ്റ് റോയെ പിടിച്ച് സെക്കൻഡിൽ എഴുതണം. അപ്പൊ നമ്മൾ എന്ത് വരും? 0 1 0. ഇങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ റോയിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പൊ നമ്മൾ അതിനെ അതേപോലെ ഇടും, 0 0 1. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഈ ഓപ്പറേഷൻ ചെയ്യുന്നതേ നമ്മളാണെങ്കിൽ ഒരു ഓപ്പറേഷൻ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒറ്റ ഓപ്പറേഷനില് ഒരൊറ്റ തവണ ഞാൻ ഇവിടെ ചെയ്തപ്പോൾ ഈ കിട്ടിയ മെട്രിക്സ് എന്തോ മക്കളെ? ഈ നമുക്കിപ്പോ ആൻസർ കിട്ടിയ മെട്രിക്സ് 3/3. ഇത് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരൊറ്റ എലമെന്ററി ഓപ്പറേഷൻ ഞാൻ ഇവിടെ ചെയ്തപ്പോൾ, നമ്മൾ റോ സ്വാപ്പ് അഥവാ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് ഐഡന്റിറ്റി കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെട്രിക്സുകളെ, ഓക്കെ, ഒരൊറ്റ ഇതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റിയിൽ എത്തിയിരിക്കണം. അങ്ങനത്തെ മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് എലമെന്ററി മെട്രിക്സ്. ഓക്കെ, is obtained by performing a single elementary row operation on the identity to get the identity matrix ആണ്, to get identity matrix. ഓക്കെ, അപ്പൊ നമുക്കൊരു ഒരൊറ്റ ഓപ്പറേഷനിലൂടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. അങ്ങനത്തെ മെട്രിക്സ് ആണ് എലമെന്ററി മെട്രിക്സസ്. കിട്ടിയോ? ഇത് മനസ്സിലായോ എന്തുവാ എലമെന്ററി ഓപ്പറേഷൻ? ഓക്കെ, അപ്പം അടുത്ത നോക്കാം. ഇതൊരു റിസൾട്ട് ആണ്. ഇവിടെ n എന്തും ആയിക്കൊള്ളട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിക്കാത്ത ഒരു സാധനമാണ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഹൈപ്പർബോളിക് ഫങ്ഷൻസ്.
ഇവിടെ കോസ് എച്ച് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. ഇത് നിങ്ങൾ പഠിക്കേണ്ട, ഇതൊന്ന് ഓർത്തിരുന്നാ മതി. ഓക്കെ, നോക്കിക്കോ. നമ്മുടെ എ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇത് ഒരു മിനിറ്റ്, എച്ച് തീറ്റ. ഓക്കെ, നമ്മുടെ എ എന്ന് പറയുന്നത് കോസ് എച്ച് തീറ്റ സൈൻ എച്ച് തീറ്റ, കോസ് എച്ച് തീറ്റ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇതിന്റെ പവർ എടുക്കുമ്പോൾ നമ്മുടെ ഈ ഈ എന്നിങ് തീറ്റയുടെ അടുത്ത് വരും. ഓക്കെ, എച്ചിന്റെ മുന്നേ അല്ലേ, എച്ചിന് ശേഷമാണ് വരുന്നത്. നമ്മൾ സാധാരണ കോസ് 2 തീറ്റ ഇങ്ങനെയല്ലേ എഴുതാറുള്ളത്. ഇവിടെ ഹൈപ്പർബോളിക്ക് വരുമ്പോൾ നോക്കിക്കേ, ഒരു എച്ചും കൂടെ വരും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. കോസ് എച്ച് 2 തീറ്റ ഇങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. മനസ്സിലായോ? ഇപ്പൊ ചില ചോദ്യത്തിൽ ചോദിക്കാം, ഇങ്ങനെ എ എന്ന് പറയുന്നത് ഇത് തന്നു, എന്നിട്ട് നമ്മൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ സ്ക്വയർ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ, എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തീറ്റയ്ക്ക് മുന്നേ ഈ കിടക്കുന്ന സംഖ്യ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കോസ് എച്ച് 2 തീറ്റ സൈൻ എച്ച് 2 തീറ്റ സൈൻ എച്ച് 2 തീറ്റ കോസ് എച്ച് 2 തീറ്റ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ എക്സ്പാൻഡ് ഒന്നും ചെയ്യാൻ പോകണ്ട, ആ എൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇതൊരു റിസൾട്ട് ആണ്. ഇതൊക്കെ നോക്കിയാണ് കോസ് സൈന് കോസ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. എല്ലാം പോസിറ്റീവ് സൈനുമാണ്.